അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വിടും. 2-3 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റും. എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കുമ്പസാരത്തോട് ഞാൻ വെറുത്തു. കുർബാനയ്ക്ക് ഈശോനെ അർപ്പിക്കാൻ പോകും. പക്ഷേ എനിക്ക് കുറേ വൈരാഗ്യങ്ങളുണ്ടായിരുന്നു. എന്നെ കുറേ പേര് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് ദേഷ്യം പൊറുക്കാൻ പറ്റുന്നില്ല. കാരണം ഇല്ലാത്തത് പറഞ്ഞ് വേദനിപ്പിച്ചപ്പോൾ എനിക്ക്, ഞാൻ ഒരു സഹോദരങ്ങളോട് എന്താ, നമുക്കോടൊക്കെ ജീവിതത്തിലുണ്ടാവും. അപ്പം ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരമേ ഒരു കുരിശാണ്, ഒരു കുരിശാണ്. അപ്പം ഞാൻ പറയും, ആ കുരിശിലേക്ക് ശരിക്കും സഹനങ്ങൾ സ്വീകരിക്കാൻ. പക്ഷെ നമുക്ക് ശക്തി കിട്ടില്ല. ഇന്നലെ ഞാനിവിടെ വന്നു. ഞാൻ ഇന്നലെ കുർബാന കഴിഞ്ഞ് എനിക്ക് വയ്യ, അറ്റാക്ക് വരുമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ചെറിയ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിയാത്തതുകൊണ്ട്, ഞാനും കൂടെ മരിച്ച കുട്ടികൾക്ക് ആരും ഇല്ലല്ലോ. ഇന്നലെ ഈ ഇടവകപ്പള്ളി കുർബാനയ്ക്ക് പോയി. ആ കുർബാനയിൽ തോർത്ത് വെള്ളം കുടിച്ചിട്ട് ഞാൻ കുർബാനയ്ക്ക് പോയി, ഈശോനെ പോവുക. കുർബാന കഴിഞ്ഞ് വേഗം ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനില്ല. 7:30 വന്നു ഇവിടെ. ഞാൻ വയ്യ, ഷുഗറുണ്ട്, ഒന്നും കുടിച്ചില്ല. ഇവിടെ വെയിറ്റ് ചെയ്തു, ഫസ്റ്റ് ടോക്കൺ തന്നെ കിട്ടണം. ഇന്നലെ ഞാൻ കൗൺസിലിംഗ് ചെയ്തു. എൻ്റെ ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള എല്ലാം മണിയായി ആ സിസ്റ്റർ, ഈ കൗൺസിലിസ്റ്റ് മേരി ജോസ് എന്നാണ് പറഞ്ഞ പേര്, ഇവിടെ ആരോ പറഞ്ഞു, വളരെ നന്നായി പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഇതിൽ നിന്നൊന്നും മുക്തി കിട്ടില്ല എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാം മുക്തി കിട്ടി. എന്നിട്ട് ഞാൻ ഇന്നലെ പോയി കിടന്നു ഉറങ്ങി, പ്രാർത്ഥിച്ച് ഉറങ്ങി. ഇവിടെ വന്നു പോയി. എൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ മാറി, ക്ഷീണമൊക്കെ മാറി. എനിക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വളരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സൗഖ്യം കിട്ടി. പിന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ ഈ കുരിശാകുന്ന ഈ ശരീരത്തിലേക്ക്, എന്നെ വേദനിപ്പിച്ചവരെ ആ കുരിശൻ ചൂട്ടിലേക്ക് കൊടുത്തു. ഈ ബലിയിൽ പ്രാർത്ഥിച്ചു. അവരെയൊക്കെ ഓർത്ത് ഞാനിന്ന് ഫ്രീ ആണ്. ഈശോയ്ക്ക് നന്ദി. നമ്മളെ വേദനിപ്പിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് അവർക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണ്, ഒരു വിടുതൽ ദൈവമായ കർത്താവ് അതോടൊപ്പം ക്ഷമിക്കാനുള്ള കൃപ നൽകുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.